ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്, ഒരുപാട് നാളായി. മീൻസ് ഒരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇടാൻ കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുകയാണെങ്കിൽ ദിസ് ഈസ് എ വീഡിയോ ഇൻ വിച്ച് ഐ ആം ബീങ് മീ. ഞാൻ എൻ്റെ രീതിയിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ആയിരിക്കും. പ്രത്യേകിച്ച് ചേച്ചി കിട്ടലോ ഒരു സ്ക്രിപ്റ്റോ ഒന്നും ഇല്ലാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കാണാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് സമയമില്ല, ദിസ് ഇസ് ജസ്റ്റ് ബ്ലാബറിങ് ആണെന്നുള്ളവർക്ക് ജസ്റ്റ് സ്കിപ്പ് ആൻഡ് ഗോ. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് ഹിയർ. അപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് താങ്ക് യു. നിങ്ങളിവിടെ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ ഇവിടെ കണ്ടത്. അപ്പോൾ എന്താ സംഭവം എന്നറിയാവോ? മൊത്തത്തിൽ മെസ്ഡപ്പാണ് നമ്മുടെ ലൈഫിൽ ഫുള്ള്. ഒരു എന്താ ഇനി ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, മൊത്തത്തിൽ കുളമായിട്ടിരിക്കുകയാണ് എന്നൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതായത് നമ്മൾ 2026 നമ്മൾ 2 മാസം കഴിഞ്ഞു. നിങ്ങൾ മാർച്ചിലായിരിക്കും ഈ വീഡിയോ കാണുന്നത്. എപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? നമ്മുടെ സമയത്തിനെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു മൊമെൻറ്റിനെയോ ഒന്നും കാത്തിരിക്കുകയല്ല. 1-ാം തീയതി തുടങ്ങാം, അല്ലെങ്കിൽ 5-ാം തീയതി തുടങ്ങാം, 10-ാം തീയതി, അങ്ങനെ റൗണ്ട് നമ്പർ വെച്ചിട്ട്, അല്ലെങ്കിൽ 5 മണിക്ക് തുടങ്ങാം, 2 മണിക്ക് തുടങ്ങാം, അങ്ങനെ റൗണ്ട് നമ്പർ വെച്ചിട്ട് ദയവ് ചെയ്ത് തുടങ്ങാതിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ആലോചിക്കുക, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കാം. മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. നമ്മളെ സ്വയം മതി. നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ആവശ്യമില്ല, എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ഈ വീഡിയോ പോലും ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളിത് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു എനർജി ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് വന്ന് ഒരു തിരിച്ച് ആ ഒരു പാറ്റേണിലോട്ട് വരിക. അപ്പം ഞാൻ ആ വന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനർജി ഡ്രോപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കയറി വരാൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നുണ്ടായത് കൊണ്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദിസ് ഇസ് നോട്ട് എ മോട്ടിവേഷൻ ബട്ട് എ മെത്തേഡ് ടു ഹെൽപ്പ് യു ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. നമ്മുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഐ കെയിം ഔട്ട് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാലേ, നമ്മളിപ്പം മൊത്തത്തിൽ കുളമായിട്ടിരിക്കുകയാണ്. എൻ്റെ പാറ്റേൺ മൊത്തം പോയി, ഞാൻ സിസ്റ്റമാറ്റിക് അല്ല, ഞാൻ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ നിൽക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഫോൺ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറി, എന്തെങ്കിലും ഒരു സംഭവം മാത്രവും നിങ്ങൾ നിങ്ങളുടെ ഫോൺ ആൻഡ് അല്ലെങ്കിൽ ഒരു ഡയറി, ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് പേപ്പർ, ജസ്റ്റ് പീസ് ഓഫ് പേപ്പർ ആൻഡ് എ പെൻ എടുത്തിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങളൊരു കൂട്ടുകാരിയെടുത്തോ പറയുന്നത് പോലെ എഴുതുക. നമ്മളൊരു കൂട്ടുകാരി പറയുമ്പോൾ പ്രശ്നം എന്താ അറിയാമോ? ഇപ്പം ഞാൻ ഒരാളെ വിളിച്ചിരുത്തില്ല, ഇപ്പം നിങ്ങളെ ഞാൻ വീഡിയോ കാണുന്ന നിന്നെ ഞാൻ വിളിച്ചിരുത്തി സംസാരിക്കുവാടാ. ഞാൻ നിൻ്റെ അടുത്ത് പറയുക, എടാ എനിക്കിങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്, ഞാനൊന്നും സ്റ്റാർട്ട് ചെയ്തൊന്നും കറക്റ്റ് ആവുന്നില്ല, എൻ്റെ പാറ്റേൺ ഒന്നും ശരിയാവുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ആ ഓപ്പോസിറ്റുന്ന വ്യക്തി എന്ത് ചെയ്യും? ചിലപ്പം അവർ 100% നമ്മളെ കേട്ടിട്ട് സജഷൻസ് പറയാം, ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു പറയും. ചിലപ്പോൾ അവർ കേൾക്കത്തില്ല. ചിലപ്പം അവർ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ ഡിസ്ട്രാക്ട് ആയിരിക്കും. ആ പല രീതിയിലായിരിക്കും ആൾക്കാർ നമ്മളെ കേൾക്കുന്നത്. ലിസണിങ് എന്ന് പറയുന്ന സംഭവം അതൊരു സ്കില്ല, അത് എല്ലാവർക്കും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറയാൻ ചൂസ് ചെയ്ത ആളുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ ഫ്രണ്ട് ഇരുന്നിട്ട് ശരി എന്നിട്ട് ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് കറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ റിസർവ്ഡ് ആക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് പറയും. നമ്മൾ എല്ലാ കാര്യങ്ങളും പറയത്തില്ല. പറയുമോ? ഞാൻ നിന്നോട് എല്ലാ കാര്യവും പറയത്തില്ല. കാരണം എന്താ, എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ലാതെ കേൾക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? നിങ്ങൾ മാത്രമാണ്. എനിക്ക് എന്നെ കേൾക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് കാര്യങ്ങൾ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം സെൽഫ് ടോക്ക് എന്ന് പറയുന്ന കാര്യം, ഞാൻ ഫ്രീ ആയിട്ട് സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും ഞാൻ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പേപ്പറിനകത്തോട്ട് എഴുതാം. സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എഴുതാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം എന്ത് ചെയ്യുക, എഴുതുക, റൈറ്റ് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ ഒരു റിലീഫ് ഫീൽ ചെയ്യും. കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റിലീഫ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് ബിലോവ്ഡ് ആയിട്ടുള്ള, അത്ര ലവിങ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ് ആൻഡ് യു ആർ ലക്കി. നിങ്ങൾക്ക് അവരുടെ പറഞ്ഞ് അത് ഓക്കെ ആക്കാം. അതല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക,
ജസ്റ്റ് എഴുതുക. അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ജേർണലിംഗ് എന്ന് പറഞ്ഞ ആപ്പോ അല്ല എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ടേക്കുക. അതിനകത്തോട്ട് എന്ത് എഴുതുക, കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. നമ്മുടെ മൈൻഡ് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതുക. ഓക്കെ, നിങ്ങൾ അത് വീണ്ടും വായിക്കാനും നിൽക്കേണ്ട, ജസ്റ്റ് എഴുതുക. മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്നാണ് ഈ ഒരു ടൂളിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് എഴുതുക, ഫുൾ എന്ത് ചെയ്യുക, നമ്മുടെ പേപ്പറിലോട്ട് എഴുതി കഴിയുക, എന്നിട്ട് ആ പേപ്പർ കത്തിച്ച് കളയുക. ഓക്കെ, അല്ലെങ്കിൽ ആ സംഭവം ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം നിങ്ങൾ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എഴുതുന്നു, ചുമ്മാ സംസാരിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നെ കുറേ ഒരു ഐഡിയ വരും. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങളിങ്ങനെ ആലോചിക്കുക എന്തൊക്കെയാണ് ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതൊന്ന് അറേഞ്ച്ഡ് ആവും. മനസ്സിലായോ? നമ്മുടെ മൈൻഡിലുള്ള കണക്കല്ല, പേപ്പറിലോട്ട് വരുമ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇപ്പോൾ ഫിസിക്കലായിട്ട് എനിക്ക് ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ട്, ആ പ്രോബ്ലം നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് മൈൻഡിന് കുറേ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്ക് ടെൻഷൻ ഉണ്ട്, എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഡിപ്രസ്ഡ് നിങ്ങൾക്ക് എഴുതാം. അത് തന്നെ നിങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. നിങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പേപ്പറിനകത്തോട്ട് എഴുതാം. എന്നിട്ട് പേപ്പറിനെ കത്തിച്ചറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു റിലീഫ് ഫീൽ ചെയ്യും. എന്താ, നമ്മളെ മൈൻഡിനകത്ത് ഇങ്ങനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, വെന്റിലേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ കുറേ കാര്യങ്ങൾ പുറത്തോട്ട് ഷെയർ ചെയ്തപ്പോഴും വി ഫീൽ റിലീഫ്ഡ്. നമ്മൾ എന്താ, നല്ലൊരു കാംനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. നോട്ട് ഡൗൺ ചെയ്ത് എന്താ, മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ. ജസ്റ്റ് റൈറ്റ് ഔട്ട് ദ തിങ്സ് ദാറ്റ് ആർ കൺഫ്യൂസിങ് യു. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് എഴുതുക, അത് കത്തിച്ച് കളയണം. പിന്നെ അത് വായിക്കാൻ നിൽക്കേണ്ട. നമുക്കിത് വീണ്ടും വായിച്ച് നമുക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് എഴുതുക, കത്തിച്ച് കളയുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് നമുക്കിപ്പോൾ മെയിനായിട്ടൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്ന രീതി ശരിയായിരിക്കത്തില്ല. ഇപ്പം നമ്മൾ മെയിനായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഡ്രീം കാണുമല്ലോ. നിങ്ങൾക്കിപ്പം ഗവൺമെൻറ് ജോലി നേടിയെടുക്കാനുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ബിസിനസ് ഇട്ടിട്ട് അത് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇതാണ് എൻ്റെ എയിം ഇതാണ് ഞാൻ നേടിയെടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിനകത്തൊരു വർക്ക് ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ടൈം, നിങ്ങൾക്ക് കിട്ടുന്ന 24 hours നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? അപ്പം നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇതിനെല്ലാം എന്താ പരിഹാരം? ടൈമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും പരിഹാരം. നമ്മൾ സമയം കൊടുത്തൊരു കാര്യം ചെയ്യുമ്പം, ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ സമയം കൊടുത്ത് നമ്മളൊരു കാര്യം ചെയ്ത് അതിനകത്ത് എമൗണ്ട് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് മെൻ്റൽ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കൊടുത്ത് കുറച്ച് മെഡിറ്റേഷനും യോഗയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും സംസാരിച്ച് ആ പ്രോബ്ലം കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഫിസിക്കലി ഇഷ്യൂസ് ആണെങ്കിലും അതിന് ഹെൽത്ത് ആണെങ്കിൽ ഇഷ്യൂസ് എങ്കിലും അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. എല്ലാത്തിനും നമുക്ക് എന്താ വേണ്ടേ? സമയം. ദിസ് 24 hours ഈസ് ക്രൂഷ്യൽ. നമ്മുടെ 24 മണിക്കൂർ എന്ന് പറയുന്ന ഈ സാധനം എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക് എന്താ കുറച്ച് അധികം കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും ലിമിറ്റഡ് ആണ് ടൈം. നിങ്ങളിപ്പം ഹോം മേക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ടൈം ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടൈം എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഡേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ അതിനേക്കായി മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറയുമോ, നിങ്ങളൊന്ന് അറേഞ്ച്ഡ് ആവണം. അതായത് നിങ്ങൾക്കിപ്പം ഇന്ന് ഇരുന്നിട്ട് പ്ലാൻ ചെയ്ത് ഓക്കെ നാളെ തൊട്ട് ഞാൻ ഇത്ര മണിക്കൂർ കാര്യങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, യു ആർ ഓൾറെഡി മെസ്ഡ് അപ്പ് അല്ലേ? നമ്മളൊരു സിറ്റുവേഷനിലാണ്, നമ്മളൊരു കറക്റ്റ് അല്ലാത്തൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മൊത്തത്തിലൊന്ന് അറേഞ്ച്ഡ് ആവുക. ഓക്കെ, നമ്മളിപ്പം ബേസിക്കലി കമ്മിങ് ടു മൈ തിങ്, ഞാനാണെങ്കിൽ എൻ്റെ ഒരു വ്യൂവിലാണെങ്കിൽ ഞാനിങ്ങനെ മൊത്തത്തിൽ ഒന്ന് കുളമായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കുളം ഉദ്ദേശിക്കുന്നത് മീൻസ് മൊത്തത്തിൽ മെസ്ഡ് അപ്പ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് അറേഞ്ച് ആവാൻ നോക്കും. അറേഞ്ച് ഇൻ ദ സെൻസ്, നമ്മൾ ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒന്നും ചെയ്യാതെ ഇരുന്നിരുന്ന് ഈ ലോഡ്സ് ഓഫ് തുണികൾ കാണും കഴുകാൻ, കുറേ തുണികൾ കാണും കഴുകാൻ. ഓക്കെ, അപ്പം കാരണം നമ്മൾ ഡെയിലി നമ്മൾ വാഷ് ചെയ്യത്തില്ല, അതുകൊണ്ട് നമുക്ക് കുറേ തുണികൾ കാണും. അതുകൊണ്ടൊക്കെ തന്നെ റൂം മെസ്ഡ് അപ്പ് ആയിരിക്കും, നമുക്ക് ഒന്നും അറേഞ്ച്ഡ് ആയിരിക്കില്ല, ബുക്കുകൾ അറേഞ്ച്ഡ് ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ സ്ലീപ്പ് വേക്കിങ് പാറ്റേൺ കറക്റ്റ് ആയിരിക്കത്തില്ല, രാവിലെ എണീക്കുന്ന സമയം കറക്റ്റ് ആയിരിക്കില്ല, രാത്രി കിടക്കുന്ന സമയം കറക്റ്റ് ആയിരിക്കത്തില്ല, അതിനകത്തൊരു ക്ലാരിറ്റി കാണത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം,
ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കഴിക്കുക. എല്ലാ സ്ലീപ്പ് വേക്ക് സൈക്കിൾ എനിക്ക് കറക്റ്റ് ആക്കണം, അത് കണക്ക് തന്നെ എൻ്റെ പിന്നെ റൂം ക്ലീൻ ആക്കണം, അതിനെ ഡ്രസ്സുകൾ കറക്റ്റ് ആക്കണം, പിന്നെ അത് കണക്ക് തന്നെ എൻ്റെ ഓരോ തിങ്സും. ഇപ്പം നമ്മളെ സമയം ഏറ്റവും കൂടുതൽ പോകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ ഇപ്പം എൻ്റെ ബാഗിനകത്ത് എനിക്ക് എൻ്റെ പേന കയ്യിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ പേന കയ്യിലില്ലാത്ത സമയമാകുമ്പോൾ എനിക്കിപ്പോൾ ഇപ്പം എൻ്റെ ഇവിടെ പറയാൻ പേപ്പറും പേന എൻ്റെ ഇല്ല. അപ്പം എന്ത് കണ്ടീഷൻ? ഞാൻ നേരത്തെ അത് പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം അറേഞ്ച് ചെയ്തിരിക്കണം. എൻ്റെ പേന, എൻ്റെ ബുക്ക്, എൻ്റെ ബാഗ് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനകത്ത് ഇന്ന ഉറയിൽ ഇന്ന സാധനം ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതെനിക്ക് എൻ്റെ ബുക്ക്, ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ബുക്കുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതെനിക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പം നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ അറേഞ്ച്മെന്റ്സ് നടത്തുക, കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. എന്ത് ചെയ്യുക? അറേഞ്ച് യുവർ ഡേ എന്ന് വെച്ചാൽ നമ്മളുടെ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. അത് നിങ്ങൾ കുഞ്ഞ് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാലറ്റ് ഉണ്ടല്ലോ, ബാഗോ പേഴ്സോ അതിനകത്തുള്ള കാര്യങ്ങളോ പൈസ അടുക്കി വെക്കുന്നത് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യുക. ഒരു രീതി കൊണ്ടുവരിക. ബുക്കുകൾ എപ്പോഴും എടുക്കുന്ന ബുക്കുകൾ ഒരു ദിവസം എടുക്കുന്ന ബുക്കുകളെല്ലാം ഒരു സ്ഥലത്ത് വയ്ക്കുക, റിവിഷൻ വരുന്ന ബുക്കുകൾ ഒരു സൈഡിൽ വയ്ക്കുക. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം അവിടെ പോകത്തില്ല, നമുക്ക് എന്താ ചെയ്യാൻ തോന്നും. മനസ്സിലായി? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ വൈകിട്ട് ഇപ്പം ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും വീട് മൊത്തത്തിൽ മെസ്ഡായിട്ട് കിടക്കാണ്, മൊത്തത്തിൽ വലിച്ചുവാരിട്ടേക്കാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും? ഇന്നും അങ്ങ് ഇനിയിപ്പം നാളെ ആവട്ടെ എന്നൊരു ഫീൽ വരും. പക്ഷേ നമ്മൾ ആ ദിവസത്തേക്ക് ഒരു ദിവസം മെനക്കെട്ടിരുന്നിട്ട് എന്ത് ചെയ്യുക? ആ റൂം ഒന്ന് നീറ്റാക്കി ഇടുക. അപ്പം നമുക്ക് വന്ന ഉടനെ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, വന്ന ഉടനെ നമ്മൾ വെക്കേണ്ട സാധനങ്ങളൊക്കെ ആ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ച് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റൂ, നമുക്ക് 24 മണിക്കൂർ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? അറേഞ്ച് യുവർ ഡേ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അത് സ്റ്റാർട്ടിങ് ഫ്രം ദ വെരി ബേസിക് തിങ്. നിങ്ങൾ ആദ്യം ദിവസത്തിൽ തുടങ്ങുമ്പം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫോൺ ഇപ്പോൾ തലങ്ങളുടെ താഴെ വെച്ചേക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അലാറം എവിടെ വയ്ക്കുക? ഒരു 4 മണിക്ക് അലാറം വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് ദൂരെ വെക്കുക. അപ്പം നിങ്ങൾ എണീറ്റ് പോയി 4 മണിക്ക് അലാറം ഓഫ് ആക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റും. എണീറ്റ് നമുക്ക് പിന്നെ നമ്മൾ വന്ന് നടക്കുന്നത് റെയർ ആയിരിക്കും, അങ്ങനെ കിടക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് 4 മണി തൊട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ ആ സമയത്ത് എന്താ നിങ്ങളുടെ യോഗ മാറ്റും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായിരിക്കും? അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യത്തിന് നമുക്ക് 1, 2, 3 ദിവസം എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്ന് ഇത്രയേ ഉള്ളൂ. ആ 2 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം ഇത് വർക്കൗട്ട് ആവും, ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമന്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കീപ് വർക്കിംഗ്, കീപ് ഗ്രോയിങ്. ടാറ്റാ.